നമസ്കാരം. ഇന്ത്യയെ തകർക്കുവാനുള്ള ട്രംപിന്റെ തന്ത്രം പൊളിഞ്ഞു. ഇന്ത്യ അടക്കം 16 രാജ്യങ്ങൾക്കെതിരെ ട്രംപിന്റെ കടുത്ത നീക്കം. ഇന്ത്യയും ചൈനയും അടക്കം 16 രാജ്യങ്ങൾ. ആ 16 രാജ്യങ്ങൾക്കെതിരെയുള്ള ട്രംപിന്റെ കടുത്ത നീക്കം എന്ന് പറയപ്പെടുന്നത് US വിപണിയെ തകർക്കുമെന്നു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള അന്വേഷണം അടക്കം പ്രഖ്യാപിക്കുവാൻ ട്രംപിനെ പ്രേരിപ്പിച്ചിരിക്കുന്നു. അധിക തീരുവ നീക്കം അത് അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ തട്ടി പിൻവലിക്കേണ്ടി വന്നതിന് പിന്നാലെ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള 16 പ്രധാന വ്യാപാര പങ്കാളികൾക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു വലിയ തന്ത്രമുണ്ടാക്കിയിരിക്കുന്നു. ഇന്ത്യയെ തകർത്തെറിയുക, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെയാണോ കുതിപ്പ് നടത്തുന്നത് വ്യാപാര മേഖലയിൽ, അതിനെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ട്രംപ് പലപ്പോഴും പല രാജ്യങ്ങൾക്കെതിരെയും അത്തരത്തിലുള്ള ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ കഴിയില്ല. പകരം ഇന്ത്യയെ തകർക്കുക എന്നൊരു ലക്ഷ്യം, അതിന് വലിയ തന്ത്രങ്ങൾ മെനയാമെന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ സുപ്രീം കോടതി ആഗോള നികുതി നയങ്ങളിൽ പലതുമൊക്കെ റദ്ദാക്കിയത് മറികടക്കുവാൻ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലൂടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്തുകയാണ് ട്രംപിന്റെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത്. 1974 ട്രേഡ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 301 ആ നിയമം ഉപയോഗിച്ചാണ് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീൻ അന്വേഷണം ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ അമിതമായിട്ടുള്ള ഉൽപാദന ശേഷിയും ഇത് ആഗോള വിപണിയിലെ സൃഷ്ടിക്കുന്ന ആഘാതവും, അതാണ് ഈ അന്വേഷണത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. പല രാജ്യങ്ങളും തങ്ങളുടെ ആഭ്യന്തര ആവശ്യത്തെക്കാൾ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അവ കുറഞ്ഞ വിലയ്ക്ക് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നത് അമേരിക്കൻ വ്യവസായ മേഖലയെ തകർക്കുന്നു എന്നുള്ളതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. വലിയ തോതിലുള്ള വ്യാപാര മിച്ചം, കുറഞ്ഞ വേതനം, സർക്കാർ സബ്സിഡികൾ തുടങ്ങിയവ ഇതുവഴിയൊക്കെ വിദേശ രാജ്യങ്ങൾ നടത്തുന്ന ഇത്തരം വ്യാപാര രീതികളൊക്കെ അന്യായമാണോ എന്നാണ് അമേരിക്ക പരിശോധിക്കാൻ പോകുന്നത്. ഇന്ത്യ, ചൈന എന്നിവയ്ക്ക് പുറമെ യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, മെക്സിക്കോ, വിയറ്റ്നാം, തായ്വാൻ തുടങ്ങി 16 രാജ്യങ്ങളാണ് നിലവിൽ ഈ അന്വേഷണ പരിധിയിൽ വരാൻ പോകുന്നത്. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ട്രംപ് നിലവിൽ 150 ദിവസത്തേക്ക് താൽക്കാലികമായിട്ട് 10% അധിക നികുതി ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ കാലാവധി അവസാനിക്കുന്ന ജൂലൈ മാസത്തിന് മുൻപ് അന്വേഷണം പൂർത്തിയാക്കി സെക്ഷൻ 301 പ്രകാരം സ്ഥിരമായിട്ടുള്ള ഉയർന്ന ഇറക്കുമതി തീരുവകൾ നടപ്പിലാക്കുവാനാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. കാനഡയെ ഈ അന്വേഷണ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയവുമാണ്. അപ്പോൾ ഈ നിർമ്മാണ മേഖലയിലെ അന്വേഷണത്തിന് പുറമെ നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെക്കുറിച്ചും അമേരിക്ക മറ്റൊരു അന്വേഷണം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഏകദേശം 60 രാജ്യങ്ങളെ ബാധിക്കുന്ന ഈ അന്വേഷണത്തിലൂടെ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയൊക്കെ പൂർണ്ണമായിട്ടും നിരോധിക്കുവാനാണ് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയുമായിട്ട് നേരത്തെ നടത്തിയ ചർച്ചകളിലൊക്കെ ചില ഇളവുകളൊക്കെ നൽകിയിരുന്നുവെങ്കിലും പുതിയ അന്വേഷണം എന്ന് പറയപ്പെടുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വീണ്ടും പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ ഏത് തരത്തിലും ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് ട്രംപിന്റെ തന്ത്രമാണ്. അതിന് ചിലപ്പോൾ അദ്ദേഹം മുതിരുന്നത് ഇന്ത്യയോട് സൗഹൃദം സ്ഥാപിച്ചുകൊണ്ടാകാം, ഇന്ത്യക്ക് വേണ്ടി പലതും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെ പാട്ടിലാക്കുന്നതാകാം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഒപ്പം കൂട്ടുന്നതാകാം. എന്ത് തന്നെയാണെങ്കിലും അതൊരിക്കലും ഇന്ത്യയെ രക്ഷിക്കാനല്ല, പകരം അത് ശിക്ഷിക്കാൻ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ഇന്ത്യക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇന്ന് ഇന്ത്യ അടക്കമുള്ള 16 രാജ്യങ്ങൾക്കെതിരെ ട്രംപിന്റെ കടുത്ത നീക്കം നടക്കുമ്പോൾ നാളെ ഇന്ത്യ ഇത് തിരിച്ചറിയേണ്ടതാണ്. അത് തിരിച്ചറിഞ്ഞ് അതിന് കൃത്യമായിട്ടുള്ള പ്രതിരോധം തീർക്കുവാൻ ഇന്ത്യ തയ്യാറാകേണ്ടതാണ്. ഇന്ത്യയെ തകർക്കുവാനുള്ള ട്രംപിന്റെ തന്ത്രങ്ങൾ പൊളിഞ്ഞടിയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കേന്ദ്ര ഇടപെടലുകളിലൂടെയാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് ഇനിയും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കും. പക്ഷെ ആ തകർച്ചകളൊന്നും ഇന്ത്യയെ ബാധിക്കില്ല. പകരം അമേരിക്കൻ നയങ്ങളെയും അമേരിക്കൻ സംവിധാനങ്ങളെയും അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളെയും ഒക്കെ വളരെ കൃത്യമായി അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഈ അമേരിക്കയെ പോലൊരു രാജ്യത്തിനുള്ള ഒരു യുദ്ധക്കൊതി അത് ട്രംപ് അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ട്രംപിന്റെ നാശത്തിലേക്കാകും പോവുക എന്നുള്ള കാര്യത്തിലും തർക്കമില്ല.